ഹലോ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 52/2024 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് അങ്ങനെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് രേഖപ്പെടുത്തുക. ശരിയായിട്ടുള്ളത് രേഖപ്പെടുത്താൻ ശ്രീനാരായണ ഗുരു ശരിയാണ്, ആത്മോപദേശ ശതകം. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം. വൈകുണ്ഠസ്വാമികളുടെ അല്ല, പ്രാചീന മലയാളം. പ്രാചീന മലയാളം ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് വൈകുണ്ഠസ്വാമികൾ പ്രാചീന മലയാളം എന്ന് കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഒന്ന് കറക്റ്റായിട്ടുള്ളത് പറഞ്ഞ്? ആത്മോപദേശ ശതകം ആരുടെയാണ്? ശ്രീനാരായണ ഗുരു. വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ. അഭിനവ കേരളം വാഗ്ഭടാനന്ദൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകുകയും ചേരുംപടി ചേർക്കുകയാണ്. അപ്പം കാൺപൂരിൽ എന്താണ്? കാണാൻ പറ്റില്ല, കാണാൻ നെഹി കാണാൻ പറ്റൂല, നാനാ സാഹിബ്. ബീഹാർ ബൈ രണ്ടെണ്ണം ഉണ്ട്. നമുക്ക് എന്താ രണ്ടെണ്ണം ഉള്ളത്? കൺവർ സിംഗ് ബീഹാർ കൺവർ സിംഗ്. ഡൽഹിയിൽ ആരാണ് രാജാവായ? ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസിയിൽ ആരായിരുന്നു? എല്ലാവർക്കും അറിയാവുന്ന ഝാൻസി റാണി ലക്ഷ്മിബായ്. കാൺപൂർ നെഹി കാണാൻ, നാനാ സാഹിബ്. ബീഹാർ ബൈ രണ്ട് കണ്ണ് കൺവർ സിംഗ്. ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ. ഝാൻസിയിൽ ഝാൻസി റാണി ലക്ഷ്മിബായ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്നവ പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ഏതാണ് ഈ സംഭവം? 1929 നടന്ന ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തെ പറ്റിയാണ് ഈ പറയുന്നത്. എന്തൊക്കെയായിരുന്നു അവിടെ? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചൈനയെ ആധുനീകരിക്കാൻ സൻ യാത്സൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ ചൈനീസ് റവല്യൂഷനാണ് ഈ പറയുന്നത്. മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. ഇതെല്ലാം ശരിയാണ്. എന്തൊക്കെയാണ്? മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാ ക്രമത്തിൽ രേഖപ്പെടുത്തുക. ഇതിലേതൊക്കെയാണ് ആദ്യം നടന്നതെന്നാണ്. നമുക്ക് ഇതെല്ലാത്തിൻ്റെയും വർഷങ്ങൾ, ഇതെല്ലാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലാദ്യം നടന്നത് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് 1773 നടന്നതാണ്. ടീക്ക് 3 അക്ഷരമുള്ളേ ഉള്ളൂ, TEA. അപ്പോൾ 73 നടന്നതാണ് എന്ത്? ബോസ്റ്റൺ ടീ പാർട്ടി. ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് FIRST 5 അക്ഷരം ഉണ്ടല്ലേ, തോറിയെന്ന്. ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഈ ബോസ്റ്റൺ ടീ പാർട്ടിക്ക് ശേഷം ഉടനെ തന്നെ എന്ത് നടന്നു? ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നു. അത് 1774 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1774 ജൂലൈ 4. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി ഞങ്ങൾ സ്വാതന്ത്ര്യമായി എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്. 1774 ജൂലൈ 4 പക്ഷേ പാരീസ് ഉടമ്പടി എന്നായിരുന്നു? പാരീസ് ഉടമ്പടി എന്ന് വെച്ചാൽ നമ്മുടെ അമേരിക്കേൻ്റെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും തമ്മിലുള്ള ഒരു ഉടമ്പടി ഒപ്പുവെച്ചതാണ് പാരീസ് ഉടമ്പടി. അത് 1783 1783. അപ്പോൾ എന്തൊക്കെയാണ്? ബോസ്റ്റൺ ടീ പാർട്ടി, ടീയിൽ 3 അക്ഷരമാണ്. 1773. അത് കഴിഞ്ഞ് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഉടനെ നടന്നു 1774. അത് കഴിഞ്ഞ് എന്ത് നടന്നു? അമേരിക്ക സ്വന്തമായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിച്ചു. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4. അത് കഴിഞ്ഞിട്ടാണ് പാരീസ് ഉടമ്പടിയൊക്കെ വെച്ചതിന് ശേഷമാണ് അത് 1783. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ: ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഉത്തരാഖണ്ഡിലാണ് ലിക്വിഡ് മിറർ ടെലസ്കോപ്പ്. ഒരു ടെലസ്കോപ്പാണെന്ന് അങ്ങോട്ട് ഓർത്തിരിക്കുക. ടെലസ്കോപ്പാണ്, അതൊരു ലിക്വിഡ് മിറർ ടെലസ്കോപ്പാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് എന്താണെന്ന് വെച്ചാൽ, ലിക്വിഡ് എന്ന് പറഞ്ഞില്ല, അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെർക്കുറിയാണ് അതിൻ്റെ ഉള്ളിലുള്ള ആ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. താഴെ അപ്പോൾ ഫസ്റ്റത്തെയാണ്, ഇതെവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത്? കാർബൺ ഡയോക്സൈഡ് ആണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് നമ്മുടെ കാലാവസ്ഥയെ ബാധിക്കുന്നത്. കാർബൺ ഡയോക്സൈഡ് നമ്മളുടെ ഉച്ഛ്വാസം ഏതാ വലിച്ചെടുക്കണേന്നാവോ? കാർബൺ ഡയോക്സൈഡ് ആണ് നമ്മൾ മെയിനായിട്ട്. കാർബൺ ഡയോക്സൈഡും നൈട്രസ് ഓക്സൈഡും മെയിനായിട്ട് ക്ലൈമറ്റ് ചേഞ്ചിനെ ബാധിക്കുന്ന ആൾക്കാരാണ്. ഇതിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ ഒരു പ്രൊഡ്യൂസറാണ് നമ്മളെന്ന് പറയുന്നത്. മാക്സിമം ശ്വാസം പുറത്തേക്ക് വിടാണ്ടിരിക്കുക. പറ്റുമോ ആർക്കെങ്കിലും? ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാണെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്? എട്ടാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം.
ഇന്ത്യയിൽ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ ഒരു പ്രതിഭാസമാണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്, അഥവാ പശ്ചിമ അസ്വസ്ഥത. ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിനുള്ള കാരണമായ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത അല്ലെങ്കിൽ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ്. എന്താണെന്ന് വെച്ചാൽ ഈ ടിബറ്റൻ പ്ലേറ്റിൽ നിന്ന് ചൂട് കാറ്റ് നമ്മുടെ ഇങ്ങോട്ട് വരും. ആ ഒരു പ്രതിഭാസം എല്ലാം കൂടി ആയിട്ടാണ് മെയിൻ കാരണം പശ്ചിമ അസ്വസ്ഥതയാണ് നമുക്ക് ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണം. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയ, ഏറ്റവും വലിയ എണ്ണപ്പാടം സുന്ദർഗഡ്, ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ, ബിയും സിയും ശരിയാണ്. ഇതെല്ലാം വായിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ജാരിയ അറിയാം, സുന്ദർഗഡും അറിയാം, മുംബൈ ഹൈയും അറിയാം. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ക്വസ്റ്റ്യൻ ആകെ കൺഫ്യൂഷനായി പോകുന്നു. അപ്പോൾ എന്താണ് ഇവിടുത്തെ ചോദ്യം? ഇന്ത്യയിൽ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്, ഇതിൽ ഏറ്റവും വലുത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓർക്കുക, വലുത്. അതിന് വേണ്ടിയിട്ട് ആ പേരിൽ തന്നെ ഹൈ എന്നുള്ളൊരു പേരിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. 10ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏത് എന്ന് തിരിച്ചറിയുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. NH3 അല്ല, WH3 ആണ്. വാട്ടർ വേ 3 ആണ്. കൊല്ലം കോട്ടപ്പുറമാണത്. NH അല്ല, 3. അലഹബാദ് സാദിയ, പിന്നെ ഏതോ ധൂബ്രി, അങ്ങനെയൊക്കെയായിരുന്നു 2 എന്ന് പറയണത്. അലഹബാദ് സാദിയ 1, സാദിയ ധൂബ്രിയോ? സാദിയ ധൂബ്രി അല്ല, 2 ധൂബ്രി വരുന്നൊരിത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ല ഏത്? കണ്ണൂർ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കണ്ടൽക്കാട് ഉള്ളത് കണ്ണൂരാണ്. എറണാകുളത്ത് ഉണ്ട് എന്ന് നമുക്കറിയാം, കായലിൻ്റെ തീരത്താണ്. മേൽപ്പറഞ്ഞവയെല്ലാം ശരി എന്ന് പറയാൻ പറ്റില്ല, കാരണം പാലക്കാട് ഇടുക്കിയിൽ എന്തില്ല? കായലുകൾ അവിടെ കുറവാണ്. അപ്പോൾ എന്താണ്? പാലക്കാട് ഇടുക്കിയിൽ എന്തില്ല? കണ്ടൽ വനങ്ങളില്ല. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്? ഫിൻലാൻഡാണ് എല്ലാം കൊണ്ടും ഫില്ലായിട്ടിരിക്കുന്ന ഒരു രാജ്യം. അപ്പോൾ പിന്നെ അവർക്ക് സന്തോഷിച്ചാൽ മതിയല്ലോ. ഫിൻലാൻഡാണ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം, ഫിൻലാൻഡ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126 ആണ് നമ്മുടെ ഇന്ത്യ. ആകെ 143 രാജ്യങ്ങളേ ഉള്ളൂ, അതിൽ 126th ആണ് നമ്മളെന്ന് പറയുന്നത്. 126. ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. എന്താണത്? ആഗോളവൽക്കരണം. നമുക്കറിയാം, ആഗോളവൽക്കരണം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷനെയാണ് എന്തെന്ന് പറയുന്നത്? ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയായി സംയോജിപ്പിക്കുന്നതിനെ. നമ്മുടെ ഇന്ത്യയെ മാത്രമായിട്ട് നിൽക്കാണ്ട് ഇന്ത്യയിലെ മാർക്കറ്റ് അല്ലെങ്കിൽ എക്കോണമി എന്ന് പറയുന്നത് പുറമായിട്ട് തുറന്നു കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ, 2ാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്? നമുക്കറിയാം, പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം. ഹരോൾഡ് ഡോമർ മോഡൽ 1 എന്ന് പറയുന്നു. 2ാമത്തേന് PC മഹലനോബിസ് മോഡൽ. പണ്ടുള്ള ക്വസ്റ്റ്യൻസ് 2ാമത്തേന് അറിയപ്പെടുന്ന പേരെന്തെന്നായിരുന്നു? ഇപ്പം അത് മാറിയിട്ട് ചെറുതായിട്ടൊന്ന് മാറ്റി ചോദിക്കുകയാണ്. 2ാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? ഓഫ് കോഴ്സ് PC മഹലനോബിസ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? ന്യൂഡൽഹിയാണ്. 2015 ജനുവരി 1 ആര് വന്നത്? നീതി ആയോഗ് വന്നത്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് എന്താണ്? പെട്രോളിയം. എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നമുക്കറിയാവുന്നതാണ്. മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പെട്രോളിയം. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത്? സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് സെബി നിൽക്കുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? അത് സ്കൂൾ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്റ്റാർസ് എന്ന് വെച്ചാൽ നല്ല ട്രെയിനിങ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. നല്ല വിദ്യാർത്ഥികളെ നല്ല വാർത്തെടുത്താലല്ലേ രാജ്യത്തിന് ഇതുണ്ടാവുള്ളൂ. അതിനുവേണ്ടി ഇന്ത്യയിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? സ്കൂൾ വിദ്യാഭ്യാസം. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിടം സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിൻ്റെ ലക്ഷ്യം. ഏത് പദ്ധതിയാണ്? ലൈഫ് മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം അതാണ്. അത് നമുക്കറിയാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? എന്ന് വെച്ചാൽ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ് കേശവാനന്ദ ഭാരതി കേസ്.
അതാണ് കേശവാനന്ദ ഭാരതി കേസ് 1969 ഇന്ത്യയുടെ പാർലമെൻറ്റിന് ഭരണഘടനാ ഭേദഗതിയാവാം, പക്ഷേ അത് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റിമറിച്ചുകൊണ്ടാവരുത് എന്ന് പറഞ്ഞതാണ് കേശവാനന്ദ ഭാരതി കേസ്. 1969 കേശവാനന്ദ ഭാരതി കേസ്. ഗോലക്നാഥ് എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു ബി നൗ കൺസിഡർഡ് ടു ബി അൺഓൾട്ടേഡ്. ഗോലക്നാഥ് കേസിൽ പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു ബി നൗ കൺസിഡർഡ് ടു ബി അൺഓൾട്ടേഡ്. ഫണ്ടമെന്റൽ റൈറ്റ്സിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പാടില്ല എന്നാണ്. ബാക്കി എന്ത് മാറ്റം വരുത്തിയാലും അത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം എന്ന് പറയുന്നതാണ് ഗോലക്നാഥ് കേസ് 1967. അപ്പോൾ ഫസ്റ്റ് നടന്നത് നമ്മുടെ ഗോലക്നാഥ് കേസ്, അത് കഴിഞ്ഞ് കേശവാനന്ദ ഭാരതി കേസ്. അതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മുടെ ബെർബറി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് പറഞ്ഞത് ബെറുതെയാണെന്ന് പറഞ്ഞതാണ്. ആമുഖം ബെറുതെയാണെന്ന് പറഞ്ഞതാണ് ഏത് ബെർബറി കേസ്. അതും കേശവാനന്ദ ഭാരതി കേസിൻ്റെ ഒപ്പമാണ്. മിനർവ മിൽ കേസ് 1980 സ്ട്രെങ്തൻ ദ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ. ബേസിക് സ്ട്രക്ചർ ഇത് ചെയ്യുന്നതാണ് മിനർവ മിൽ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നടന്നത് ഏതായിരുന്നു? ഗോലക്നാഥ് കേസ് 1967. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓൾട്ടർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കേശവാനന്ദ ഭാരതി കേസ് പറഞ്ഞു ബേസിക് സ്ട്രക്ചർ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു. ബെർബറി വെറുതെയാണ്, ആമുഖം വെറുതെയാണെന്ന് പറഞ്ഞത് ബെർബറിയാണ് 1969 തന്നെ. മിനർവ മിൽ കേസ് 1980 സ്ട്രെങ്തൻ ദ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രൈൻ. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകിയ ശുപാർശ ചെയ്ത കമ്മിറ്റി. ഇത് വീണ്ടും വന്നിരിക്കുന്ന ഈ വർഷം തന്നെ പി.കെ. തുങ്കൻ കമ്മിറ്റിയാണ്. പി.കെ. തുങ്കൻ കമ്മിറ്റി. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങൾ? പി.കെ. തുങ്കൻ കമ്മിറ്റിയുടെ വർഷം ഏതായിരുന്നു? 88 ആ ഒരു വർഷമാണ് കേട്ടോ. പി.കെ. തുങ്കൻ കമ്മിറ്റിയുടെ വർഷം 88 അങ്ങനത്തെ ഒരു ഇയറാണ്. 87 അല്ല, 86 ഓർ 88 അതിൻ്റെ ഭാഗം. ഇന്ത്യയിൽ ആരാണ് 88 ആയിട്ടാണ്, 89 അല്ല 88 ആണ്. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക. അപ്പോൾ ആരാണ് ഓരോ നിയോജക മണ്ഡലങ്ങളിൽ ഇത് SC/ST സംവരണം, പെണ്ണുങ്ങൾക്ക് സംവരണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിൽ ആരാണ് അത് തീരുമാനിക്കുന്നതെന്നാണ്. അത് അതിർത്തി നിർണയ കമ്മീഷനാണ് അത് തീരുമാനിക്കുന്നത്. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക എന്ന് വെച്ചാൽ അതിർത്തി നിർണയ കമ്മീഷനാണ് അത് തീരുമാനിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? താഴെ തന്നിരിക്കവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ല. താഴെ തന്നിരിക്കുന്നവയിൽ ആർക്കെങ്കിലും മനസ്സിലായിട്ടുള്ളതാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ഏതാണ്? ഗവർണറുടെയാണ് വിവാദമായ പദവി. ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമസഭ നിർമ്മാണ സഭ നിലവിലുള്ളത്? മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ. മധ്യപ്രദേശിലൊന്നുമില്ല, വെസ്റ്റ് ബംഗാളിലില്ല, അപ്പോൾ എവിടേക്കാണ്? മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ. 25ാമത്തെ ക്വസ്റ്റ്യൻ, തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചിട്ടുള്ളത്? മെഷനറി ഓഫ് റെപ്രസെൻറ്റേഷൻ. ഇത് ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു ക്വസ്റ്റ്യനാണിത്. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ആ വ്യവസ്ഥ അവതരിപ്പിച്ചിട്ടുള്ളത്? മെഷനറി ഓഫ് റെപ്രസെൻറ്റേഷനിലാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അവതരിപ്പിച്ചിട്ടുള്ളത്. നാരി ശക്തൻ വന്ദന അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? 28 സെപ്റ്റംബറിൽ. 20 സെപ്റ്റംബറിൽ ലോക്സഭ, 21 രാജ്യസഭ, 28 ആരാണ്? പ്രസിഡന്റ്. ഇത് ഞാനും ഇത് ഓർത്തിരിക്കുന്നതല്ല, കുറേ ഈ വർഷം തന്നെ ഞാൻ പഠിപ്പിച്ച എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇതിങ്ങനെ നിൽക്കുന്നത്. 20 സെപ്റ്റംബർ ലോക്സഭ, 21 സെപ്റ്റംബർ രാജ്യസഭ, 28 സെപ്റ്റംബർ രാഷ്ട്രപതി. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ നിലവിൽ സുരക്ഷാ ചുമതല ആർക്കാണ്? CISF-നാണ് ചുമതല. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. ഇത് 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് കിട്ടുള്ളൂ. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ.
ഇത് ഏതിൻ്റെയാണെന്ന് എനിക്ക് ഡൗട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം അത് അടുത്ത ക്വസ്റ്റ്യൻ്റെ. അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ്? ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? 2023 വർദ്ധിപ്പിച്ചതാണ് കേട്ടോ ഈ കാശ്. 22 രൂപയാണ് 2023 വർദ്ധിപ്പിച്ചത്. 2023 311 രൂപയായിരുന്നു. അത് 22 രൂപ വർദ്ധിച്ച് 333 രൂപയാക്കി. അപ്പോൾ 2023 മൂന്നിൻ്റെ ഒരു കളിയാണ് 333. 22 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 2024 ആയപ്പോഴേക്കും 13 രൂപയും കൂടി വർദ്ധിപ്പിച്ച് 346 ആയിട്ടുണ്ട് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാരഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രത്യക്ഷ രക്ഷ ദേവസഭ, എല്ലാവർക്കും അറിയാവുന്ന. ഗാന്ധിജിയും അരാജകത്വം ആരുടെയാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും, വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ. അത് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ എന്നാണ് വെറ്റ്ലാൻഡ്സ് ഡേ? എന്നാണ്? ഫെബ്രുവരി 2-നാണ്. എന്തായിരുന്നു അതിൻ്റെ തീം? എന്തായിരുന്നു? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവുമാണ് അതിൻ്റെ പ്രമേയം. 33ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? എനിക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട്, അതാണ് സൗണ്ട് മാറിയിരിക്കുന്നത്. പഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ആർട്ടിക്കിൾ 243H വഴിയാണ് നമുക്ക് പിരിച്ചെടുക്കുക ടാക്സ്. അതെങ്ങനെ ഓർത്തിരിക്കും? എച്ച് ഇങ്ങനെ നടക്കണം. പിച്ചെടുത്ത് എച്ച് അമ്മ ചേച്ചിയാണ് അവർ പിരിച്ചെടുക്കണമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ 243A എന്ന് പറയുന്നത് നമുക്കറിയാം, ഗ്രാമസഭയെ പറ്റി പറയുന്നതാണ്. 243B എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പഞ്ചായത്തിനെ പറ്റിയാണ് 243B പറയുന്നത്. 243E പറയുന്നത് ഡ്യൂറേഷനാണ്. 243E എന്ന് പറയുന്നത് എത്ര നാളാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കും, എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നൊന്നും എല്ലാവരും പറഞ്ഞ് അപ്പം ഇങ്ങനെ പല്ലും പൊളിച്ച് ചീസ് എന്ന് പറയില്ല, അതേപോലത്തെ ഒരവസ്ഥയാണ് എന്ന് പറയുമ്പോഴും. അപ്പോൾ എത്ര നാളിങ്ങനെ വിളിച്ചിരിക്കാൻ പറ്റും, അതാണ് ഡ്യൂറേഷൻ ഓഫ് ദ പഞ്ചായത്തിനെ പറ്റി പറയുന്നതാണ് ഈ. അപ്പോൾ നമ്മൾ പഠിച്ചു 243H എന്താണ്? എച്ച് പിച്ചെടുത്ത് കിടക്കുന്നത്, എങ്ങനെ ടാക്സ് കളക്ട് ചെയ്യുന്നു. 243E എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് എത്ര നാളും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും, ഡ്യൂറേഷൻ. 243B എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പഞ്ചായത്തിൻ്റെ കൂടിച്ചേരൽ എങ്ങനെയാണെന്ന് കാണിക്കുന്നത്. 243A ഗ്രാമസഭ. 34ാമത്തെ ക്വസ്റ്റ്യൻ. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത്? അതാണ് നമ്മുടെ ആരോഗ്യ കിരണം എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആർദ്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഹോസ്പിറ്റൽസിൻ്റെയൊക്കെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ആർദ്രം. മൃതസഞ്ജീവനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവയവ കൈമാറ്റമല്ല, അവയവ കടത്തുമല്ല, എന്തുമായിരുന്നു? അവയവം മാറ്റിവെക്കുന്നത്. സമഗ്ര എന്തായിരുന്നു? എൻഷുറിങ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ദ ഡിസേബിൾഡ് കമ്മ്യൂണിറ്റി ഇൻ ദ ഫീൽഡ് ഓഫ് നോളജ് വർക്ക്. സമഗ്രമായിട്ട് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും നമ്മുടെ ഈ ഇതിലോട്ട് കമ്മ്യൂണിറ്റിയിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് സമഗ്ര. പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? ഇടുക്കി, പത്തനംതിട്ടയിലായിട്ടാണ്. ഇടുക്കി ഉണ്ടെന്ന് നമുക്ക് എന്തായാലും അറിയാം. അപ്പോൾ ഇടുക്കി, പത്തനംതിട്ടയിലായിട്ടാണ് നമ്മുടെ പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ച് കിടക്കുന്നത്. ഇത് കൺഫ്യൂഷൻ വരേണ്ട കാര്യമില്ല ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ, ബാക്കി എല്ലാ ഓപ്ഷൻസ് നോക്കിയാലും. രോഗത്തിൻ്റെ പേരും അതിൻ്റെ കാരണവും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായവ ഏതൊക്കെയാണ്? നിശാന്തത, വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റെഡോപ്സിൻ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു. ശരിയാണ്. അടുത്ത കാരണം നമുക്ക് വായിക്കാം കേട്ടോ. അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. അത് സിറോഫ്താൽമിയാണോ? അല്ല, അത് തെറ്റാണ്. അത് ഏതാണപ്പോൾ? അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. ഏതാണ് അതിൻ്റെ ഉത്തരം വരേണ്ടത്? ഗ്ലോക്കോമ. അത് ഞാനിങ്ങനെ പഠിച്ചിരിക്കുന്നത് ജി അല്ലേ? ഗ്ലോക്കോമ സ്റ്റാർട്ടിങ്ങിൽ ജി അല്ലേ? ജി എഴുതുമ്പോൾ ആ ജിക്കൊരു ഉണ്ടപ്പില്ലേ, ഒരു തള്ളലില്ലേ, ഒരു ഉരുണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി. നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലും ഒരു ഉണ്ട പോലത്തെ ഒരു സാധനമല്ലേ ഈ കണ്ണെന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാണ്ട് ആ വെള്ളം അവിടെ ഇങ്ങനെ കെട്ടിക്കിടന്ന് അവിടെ പ്രഷർ ഇങ്ങനെ വെള്ളം കൂടി കിടന്ന് വരുമ്പോൾ അതെന്ത് പറ്റും? ആ ജി ഇങ്ങനെ വീർത്ത് വരും. അങ്ങനെയാണ് ഞാൻ ഓർത്തിരിക്കുന്നത്. അതാണ് ആ പ്രഷർ കൂടുമ്പോൾ ഉള്ളതാണ് ജിക്ക്. മനസ്സിലായോ? സിറോഫ്താൽമിയ, നിശാന്തത അതിനൊന്നും വരില്ല. ജിക്ക് ഗ്ലൂക്കോമ എന്ന് പെട്ടെന്ന് ഓർത്താൽ മതി. ജി ഓർത്താൽ മതി. അക്വസ് ദ്രവത്തിൻ്റെ മർദ്ദം കൂടുന്നത്.
പിന്നെ അടുത്തത് വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയയും വരണ്ട് അതാര്യമായി തീരുന്നു. ഇതും ഇങ്ങനെ ഓർത്താൽ മതി. വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയയും വരണ്ട് അതാര്യമായി തീർന്നു. ആ തുടർച്ചയായ അഭാവം എന്ന് വെച്ചാൽ തുടർച്ചയായി ഇല്ലാണ്ട് വരികയാണ്. ഇല്ലാണ്ട് എന്ന് വെച്ചാൽ സീറോ ആയി വൈറ്റമിൻ എ ഇന്ന് നോക്കുമ്പോൾ 0, നാളെ നോക്കുമ്പോഴും 0. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 0 ആയാൽ എന്ത് വരും? സീറോ ഓഫ്താൽമിയ. മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ് എന്ത്? അയൺ. ബ്ലഡ് ഇല്ലെങ്കിൽ HB കുറവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറയും? ബ്ലഡ് ഇല്ല, അയണുള്ള മരുന്ന് കഴിച്ചോ അല്ലെങ്കിൽ അയൺ ഗുളിക കഴിച്ചോളാൻ പറയും. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവിയാണ് ലെപ്റ്റോസ്പൈറ. ഇതിൽ നമുക്ക് യെർസീനിയ പെസ്റ്റിസും കൂടി നമുക്ക് അറിയാവുന്നതാണ്. യെർസീനിയ പെസ്റ്റിസ് എന്ത് നടത്തുന്ന ഏത് രോഗത്തിൻ്റെയാണ്? പ്ലേഗിൻ്റെയാണ് യെർസീനിയ പെസ്റ്റിസ്, പ്ലേഗ്. അപ്പം എലിപ്പനിയുടെ ഏതായിരുന്നു? എലിപ്പനിയുടെ ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറ. യെർസീനിയ പെസ്റ്റിസ്, പ്ലേഗ്. ലോകാരോഗ്യ ദിന 2024 പ്രമേയം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശമാണ്. സിമ്പിളാണ്. ലോകാരോഗ്യ ദിന 2024 പ്രമേയം ഏതാണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എന്നാണ് ഈ ലോകാരോഗ്യ ദിനം? ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. താഴെ കൊടുത്തിരിക്കുന്നവർ ജീവിതശൈലി രോഗങ്ങളേവ? എംഫസീമ, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ. ഹീമോഫീലിയയും സിക്കിൾ സെൽ അനീമിയൊക്കെ നമ്മുടെ ഹീമോഫീലിയ ഹെറിഡിറ്ററി ആണ്. സിക്കിൾ സെൽ അനീമിയ കുറവുകൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഏതാണ്? എംഫസീമയും ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ നമുക്കറിയാമല്ലോ. ഫാറ്റി ലിവർ ഫാറ്റ് കൂടി അടഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. എംഫസീമ എന്ന് വെച്ചാൽ നമ്മൾ പുകവലിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ ലങ്സിന് ബാധിക്കുന്ന ഒരു അസുഖമാണ് എംഫസീമ. 41 വായു മലിനീകരണം നിയന്ത്രിക്കുന്ന 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? വണ്ടികളിൽ ഈ ഒരു സ്റ്റാൻഡേർഡിൽ താഴെയുള്ള വണ്ടികളെ വിൽക്കാനോ വാങ്ങാനോ പാടില്ല എന്നുള്ളൊരു രീതിയാണ് ഈ പറയുന്നത്. നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് BS6 ആണ്. 2020 ശേഷം BS6 വണ്ടികളെ മാറ്റുള്ളൂ. എന്ന് വെച്ചാൽ അത് എയർ പൊല്യൂട്ടൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? ഓഫ് കോഴ്സ് നമുക്കറിയാം. നമുക്ക് ഈ തേനൊക്കെ ഒന്ന് ചൂടാക്കി അതിൻ്റെ ആ വിസ്കോസിറ്റി കുറഞ്ഞു വരും. അത് ഏത് ദ്രാവകമാണെങ്കിലും അതൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ വിസ്കോസിറ്റി കുറയുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏത്? ഇതൊരു ഇക്വേഷനാണ്. ഇത് കണ്ടാൽ നമുക്കൊന്നും കിട്ടില്ല. നമ്മളാകെ പഠിച്ചാൽ വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ പവറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. മനസ്സിലായോ? വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വർക്കിൻ്റെ ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെ ഒരു ഓപ്ഷനേ ഇവിടെ കൊടുത്തിട്ടില്ല, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ആ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈമിൽ നിന്ന് വർക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം എന്ന് കിട്ടും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിവിടെ ശരിയാണ്. മനസ്സിലായോ? അപ്പം ഇത് നമ്മൾ ഓർത്താൽ മതി. ഡിജിലോഗ് എന്ന റോബോട്ടിക് പട്ടിക അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഡിജിലോഗ് എന്ന റോബോട്ടിക് പട്ടിക അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? അമേരിക്ക. അമേരിക്കയാണ് ഡിജിലോഗ് എന്ന പട്ടിക അവതരിപ്പിച്ചത്. നമ്മുടെ പട്ടിക്ക് പകരമായിട്ട് നമ്മുടെ പോലീസിലൊക്കെ മണക്കാൻ വേണ്ടി പട്ടിയില്ല, അതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡിജിലോഗ്, അമേരിക്ക. 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്കിടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? വായുവിൻ്റെ പ്രതിരോധം അവഗണിക്കുക. വായുവിൻ്റെ പ്രതിരോധം അവഗണിക്കുക എന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ വാക്യൂമിലാണ് ചെയ്യുന്നത്. വാക്യൂമിലാണെങ്കിൽ എന്ത് വസ്തുവും ഒരുമിച്ചെത്തുള്ളൂ. വായുവിൻ്റെ പ്രതിരോധം ഇല്ലെങ്കിൽ അതിന് വെയിറ്റ് ഒന്നും ഇവിടെ പ്രശ്നമല്ല. ഇത് നമ്മൾ ഈ വാക്യൂമിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. വീഡിയോ എല്ലാം മിക്കവരും കണ്ടിട്ടുണ്ടാവും. ഒരു കല്ലും കൂടെ ഒരു തൂവലും ഇടുന്നു. രണ്ടും ഒരുമിച്ചെത്തും. കല്ലും ഒരുപോലെ എത്തും, കല്ലും തൂവലും ഒരുമിച്ചെത്തും. നമ്മുടെയൊക്കെ മനസ്സിൽ കല്ല് ആദ്യം എത്തും, തൂവൽ സാവധാനം എത്തുന്നല്ലേ? അല്ല, രണ്ടും ഒരുമിച്ചെത്തുള്ളൂ. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്കറിയാം, ഋതു കരുതാലാണ് ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ. ആനോഡൈസിങ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? ആനോഡൈസിങ് എന്ന് പറയുന്ന പരിപാടി ചെയ്യുന്നത് അലൂമിനിയത്തിലാണ്. ആനോഡൈസിങ് അലൂമിനിയം. ഇനി നമുക്കറിയാവുന്ന വേറൊരു പരിപാടിയാണ് ഗാൽവനൈസേഷൻ. പഠിച്ചിട്ടുണ്ട്. എന്താണ്? പ്രോസസ് ഓഫ് അപ്ലൈയിങ് എ പ്രൊട്ടക്റ്റീവ്
Applying a protective zinc coating to iron or steel to prevent rusting. അയണിൻ്റെ, ഇരുമ്പിൻ്റെയും സ്റ്റീലിൻ്റെയും പുറത്ത് ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആയിട്ടുള്ള സിങ്ക് കോട്ടിംഗ് അടിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഗാൽവനൈസേഷൻ. അപ്പോൾ ആനഡൈസിങ് എന്തിനു വേണ്ടിയിട്ടാണ്? അലൂമിനിയത്തിന് വേണ്ടിയിട്ട്. ഗാൽവനൈസേഷൻ അയണിൻ്റെയും സ്റ്റീലിൻ്റെയും പൊക്കത്ത് സിങ്ക് അടിക്കുന്നത്. താഴെ പറയുന്നവൽ ഏത് pH മൂല്യത്തിനാണ് കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത്? കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് ഏതാണ്? pH <5.5. ഈ കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ പല്ലിൻ്റെ ഇനാമലില്ലേ, ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്, നമ്മുടെ ബോഡിയിലുള്ള ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഈ കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ്, പല്ലിൻ്റെ ഇനാമൽ എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് കൊണ്ടാണ്. ഭയങ്കര ഹാർഡസ്റ്റ് ആയിട്ടുള്ള സംഭവം. പക്ഷെ നമ്മൾ പറയും ഈ നമ്മുടെ പല്ല് വെറുതെ ഇരുന്നാലോ വെള്ളം കണ്ടാലോ ഒന്നും നശിക്കുകയൊന്നും ചെയ്യില്ല. പക്ഷേ വായിൽ ഈ 5.5 ലെസ്സായിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു ആസിഡ് പ്രോപ്പർട്ടികൾ എന്തെങ്കിലും സാധനം നമ്മുടെ വായിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ല് പെട്ടെന്ന് ദ്രവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് രാത്രി കാലങ്ങളിൽ തൈര് കഴിക്കരുത് എന്ന് പറയുന്നത്. രാത്രിയിൽ തൈര് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി നമ്മുടെ വായിൽ കുറേ നേരത്തേക്ക് ഇരിക്കും. മനസ്സിലായോ? എസ്പെഷ്യലി ഉറങ്ങുമ്പോൾ ഒന്നും നടക്കുന്നില്ല നമ്മുടെ വായിൽ. ഇപ്പം അല്ലാത്താണെങ്കിൽ എന്തെങ്കിലും നമ്മളെടുത്ത്, ഇപ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചായ കുടിക്കും, വെള്ളം കുടിക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. രാത്രിയാകുമ്പോൾ പിന്നെ ഒന്നുമില്ല, ഉറക്കുക. അപ്പോൾ അത് ഫുൾ ടൈം ആ പല്ലിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു, വേറെ ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് ഈ ഒരു അസിഡിക് പ്രോപ്പർട്ടി ഉള്ള വസ്തു അവിടെ ഇരിക്കുക. അപ്പം പല്ലിൻ്റെ നാശത്തിന് കാരണമാവും. അതാണ് ഈ കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റിൻ്റെ നാശത്തിന് വിധേയമാകുന്നത്. <5.5 വന്നാൽ മാത്രമേ അത് നശിക്കുകയുള്ളൂ. 49. ആവർത്തന പട്ടികയിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു. അത് തെറ്റാണ്. മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു. അത് ശരിയാണ്. മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടും, ഓഫ് കോഴ്സ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു. ലെഫ്റ്റിലാണ് മെറ്റൽസ് ആയിട്ടുള്ളത്, റൈറ്റിലോട്ട് പോകുമ്പോഴും നോൺ മെറ്റൽസ് ആണ് വരുന്നത്. വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു. ഓഫ് കോഴ്സ് ഫസ്റ്റത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഓൺലി 1 ഇലക്ട്രോൺ ഇൻ ദ വാലൻസ് ഷെല്ലായിരിക്കും. സെക്കൻഡിലുള്ള ആൾക്ക് 2 അങ്ങനെ കൂടിക്കൂടി പോവുകയാണ്. പിന്നെ ഡി ഓപ്ഷൻ, മൂലകങ്ങളുടെ ഓക്സിഡൈസുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. അമ്ല സ്വഭാവം, അസിഡിറ്റി പ്രോപ്പർട്ടി കൂടുന്നു എന്നാണ് പറയുന്നത്. ഹൈഡ്രോക്ലോറിക് അമ്ല സ്വഭാവം കൺഫ്യൂഷനാണ്. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടില്ല, അത് ഉറപ്പാണ്, നമുക്ക് അറിയാവുന്നതാണ്. വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺസ് കൂടിക്കൂടി വരുമ്പോൾ വിട്ടുകൊടുക്കാനുള്ള കഴിവല്ല, വലിച്ചെടുക്കാനുള്ള കഴിവാണ് അവർക്ക് കൂടുന്നത്. 50ാമത്തെ ക്വസ്റ്റ്യൻ, ഓക്സിജൻ മൂലകത്തിൻ്റെ രൂപാന്തരങ്ങൾ ഏവ? O2, O3, O4 ആണ് ഓക്സിജൻ മൂലകത്തിൻ്റെ രൂപാന്തരങ്ങൾ. താഴെ പറയുന്നവയിൽ ദ്രാവക അവസ്ഥയിലുള്ള അലോഹം ഏതാണ്? അലോഹം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ബ്രോമീൻ. ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? മെർക്കുറി. താഴെ പറയുന്നവയിൽ ദ്രാവക അവസ്ഥയിലുള്ള അലോഹം ബ്രോമീൻ. അലോഹം നമ്മളെപ്പോഴും ബ്രോ ആയിട്ട് അലോഹ്യത്തിലായിരിക്കും, ഇല്ലേ? നമുക്കൊരു ബ്രദർ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ പേരുടെയും ബ്രദറായിട്ട് അലോഹ്യത്തിലായിരിക്കും. എപ്പോഴും ഒരു ശണ്ട പോലെ ആയിരിക്കും, അലോഹമായിരിക്കും. ബ്രോമീൻ. ലോഹമാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ മെർക്കുറി പറയാം. ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത്? കൊടിയേറ്റം. എനിക്ക് ആക്ച്വലി ക്യാരക്ടേഴ്സ് പണ്ട് നോവലിലാണ്, ഇപ്പോൾ അതേ സിനിമയിലും ചോദിക്കുന്നുണ്ട്. ക്യാരക്ടേഴ്സ് ഇരിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അതെല്ലാവരും ഒന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏതാണ്? കൊടിയേറ്റം. ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? എനിക്ക് കേൾക്കുമ്പോൾ തന്നെ ഇത് യാത്ര വിവരണമായിട്ട് എഴുതാനാണ് തോന്നുന്നത്, പക്ഷെ അതല്ല, സാഹിത്യ വിമർശനമാണ്. സാഹിത്യ വിമർശനമാണ് ഭാരത പര്യടനം. ഭാരത പര്യടനം, വിമർശനം. ഈ ഭാരതത്തിലൊക്കെ പര്യടനം നടത്തി വന്നിട്ട് പിന്നെ അവരുടെ കുറ്റങ്ങളിരുന്ന് പറയാം. അയ്യേ ആ നാട്ടുകാർ അങ്ങനെയാണ്, അയ്യേ ഈ നാട്ടുകാർ ഇങ്ങനെയാണെന്നുള്ളൊരു കുറ്റം പറച്ചില്ല. അയ്യേ അവിടുത്തെ ഭക്ഷണം എന്തിനുള്ള അയ്യേ എന്ന് പറയില്ലേ, അതാണ് സാഹിത്യ വിമർശനം. പ്രസിദ്ധമായ മാരമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? പമ്പ നദിയുടെ തീരത്താണ് മാരമൺ കൺവെൻഷൻ നടക്കുന്നത്. പമ്പ. ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ടെന്നീസ്. ഗ്രാൻഡ് സ്ലാം. എനിക്ക് ബാഡ്മിൻ്റൺ എഴുതാനുള്ളതായിരുന്നു ആദ്യത്തെ മോഹം, പക്ഷെ പിന്നെയാണ് നോക്കിയപ്പോൾ ഉത്തരം ടെന്നീസാണെന്ന് മനസ്സിലായത്. ഗ്രാൻഡ് സ്ലാം, ടെന്നീസ്. 2023 സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്ക്? പ്രഭാവർമ്മ. 2023 സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ്?
പ്രഭാവർമ്മ. 23 സരസ്വതി സമ്മാനം പ്രഭാവർമ്മ. 2024 ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ഏത്? ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമാണ് ഹിമപ്പുലി. ഹിമപ്പുലി ഏതാണ്? നമ്മുടെ പാരീസ് ഒളിമ്പിക്സിന്റെ ചിഹ്നം ഏതായിരുന്നു? ഒരു പക്ഷിയുടെ പോലത്തെ ഒരു ചിഹ്നമാണ്. തൊപ്പിയായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു തരം പക്ഷിയുടെ പോലത്തെ ഒരു ചിഹ്നമാണ്. ഒരു പക്ഷിയാണത്. അപ്പോൾ ഏതാണ്? ഗേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏത്? ഹിമപ്പുലി. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരിതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ആരുടെ വരികളാണ്? കുമാരനാശാന്റെയാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശാൻ. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേരെന്താണ്? മാക് OS അഥവാ മാക്കിൻടോഷ് OS. മാക്കിൻടോഷ്, മാക്. അത് ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. താഴെ പറയുന്നവൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത്? സെർച്ച് എഞ്ചിൻ സഫാരി. വെബ് ബ്രൗസറാണ് സഫാരി എന്ന് പറയുന്നത്. ഒരു വെബ് ബ്രൗസറാണ്. യാഹു, ആസ്ക്, ബിങ് ഒക്കെയാണ് എന്തെന്ന് പറയുന്നത്? സെർച്ച് എഞ്ചിൻ. സഫാരി ഒരു വെബ് ബ്രൗസറാണ് കേട്ടോ. പ്രോമിൻ്റെ പൂർണ്ണരൂപം എന്ത്? പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ്. പ്രോഗ്രാമബിൾ റീഡ്. ഇനി ഇ പ്രോം ഉണ്ട്. ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ആണെങ്കിൽ ഇ പ്രോം. ഇ പ്രോം ഉണ്ട്. ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ് ഇ പ്രോം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം 2008. താഴെ പറയുന്നതിൽ ഫൈബർ ഒപ്റ്റിക് കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത്? കൂടിയ ബാൻഡ്വിഡ്ത്ത്, കൂടിയ ചെലവ്, കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് കുറവായിരിക്കും. അത് കുറവാണ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് കുറവായിരിക്കും. താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കപ്പെടാത്തത് ഏതാണെന്ന്? വിദേശ സർക്കാരിൽ നിന്നും രഹസ്യമായി ലഭിച്ച വിവരങ്ങൾ അത് ഓഫ് കോഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ സി ഓപ്ഷൻ, വാണിജ്യ രഹസ്യവും വ്യാപാര രഹസ്യവും ഭൗതിക സ്വത്തുക്കളും ഉൾപ്പെടെയുള്ള വിവരത്തിൻ്റെ വെളിപ്പെടുത്തൽ രഹസ്യങ്ങളാണ്. അതെല്ലാം അതൊന്നും വെളിപ്പെടുത്താൻ പാടില്ല. ഫയലുകൾ, ബി ഓപ്ഷൻ നോക്ക്. ഫയലുകൾ, രജിസ്റ്റർ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം അത് ഒഴിവാക്കിയിട്ടില്ല. ഓഫ് കോഴ്സ് അത് ഒഴിവാക്കിയിട്ടില്ല. പോക്സോ നിയമം 2012 എത്ര വകുപ്പുകളാണ് ഉള്ളത്? പോക്സോയിൽ എത്ര വകുപ്പുകളുണ്ട്? 4ഉം 2ഉം 6. 4ഉം 6ഉം 10. അപ്പം 46 വകുപ്പുകൾ. ഹാഫ് സെഞ്ചുറി അടിച്ചിട്ടില്ല. 46 വകുപ്പുകളാണ് പോക്സോ നിയമത്തിലുള്ളത്. 46 വകുപ്പുകൾ പോക്സോ. ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ചോദ്യം ഇതാണ്. കുട്ടി എന്ന് പറയുന്നത് എത്ര വയസ്സിൽ താഴെയുള്ളവരെയാണ്? 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടി എന്നാണ് പറയുന്നത്. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് ഏത് വർഷമാണ്? 1989. SC/ST അട്രോസിറ്റീസ് ആക്ട് എന്ന് പറയില്ലേ, അതാണ് 1989 അത് പാസ്സാക്കിയത്. അടുത്തത്, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവൽ ഏതാണ് ഉപഭോക്താവിൻ്റെ അവകാശമല്ലാത്തത്? കേൾക്കുവാനുള്ള അവകാശം ഓഫ് കോഴ്സ് ഉണ്ട്. ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം ഉണ്ട്. ഡി ഓപ്ഷൻ, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം ഓഫ് കോഴ്സ് ഉണ്ട്. ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം ഉണ്ടോ? ഇല്ല, അതൊരിക്കലും ഇല്ല. ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം ഒരു ഉപഭോക്താവിനില്ല. ചൂഷണം ചെയ്യപ്പെടരുത് എന്നാണ് പറയുന്നത്. 69. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആര്? ഞാൻ പഠിക്കാനിരുന്നപ്പോൾ ദത്തുവായിരുന്നു. കുറേ നാൾ അങ്ങേര് ഒരു മാറ്റമില്ലാണ്ട് തുടർന്നു. പക്ഷേ ഇപ്പോൾ അങ്ങേര് മാറി. എൻ്റെ പഠിത്തം അത്രയുണ്ട്. ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ് മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ. ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ഒരു കാര്യം ഓർക്കുക, ഇവർക്കൊക്കെ 2 പേരേ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ ആൾ ദത്തു 2 പേര്, മിശ്ര 2 പേര്. അപ്പം പറയാം അരുൺ എന്നൊക്കെ ഉണ്ടല്ലോ ഒന്നും, എന്നാലും അരുൺ കുമാർ മിശ്രയാണ് നിലവിലെ ചെയർമാൻ. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ ആരാണ്? കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലെ നിലവിലെ ചെയർമാൻ ആരാണ്? മാവോജി. ഏതോ ഒരു മാവാണ് നമ്മുടെ SC/STയുടെ ചെയർമാൻ, BS മാവോജി. ഇതൊക്കെ നമ്മുടെ മാത്സാണ്. വേഗം വിട്ടോളി, നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. മാത്സ്, മലയാളം, ഇംഗ്ലീഷ് ഡെയിലി നോക്കണം കേട്ടോ. എന്നൊക്കെ എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ നോക്കാൻ പഠിക്കാൻ കണ്ട ഇപ്പം പടങ്ങൾ വരെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ തുടങ്ങി. എനിക്കും പഠിക്കണം, ഞാനും പഠിക്കും, നിങ്ങളും പഠിക്കും, എല്ലാവരും പഠിക്കണം. ജോലി കിട്ടണ്ടേ? ഇടയ്ക്ക് എൻ്റെ ഫോണൊന്ന് സ്റ്റക്കാവുന്നതാണ്, വേറെ ഒന്നുമല്ല.
ഓക്കെ ശരിയായി. ഇനി ഇംഗ്ലീഷ് നോക്കാം കേട്ടോ. റീറൈറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് സോ ദാറ്റ് യൂസ് ചെയ്ത് ചെയ്യാം. ദ ജം ഈസ് ടു സ്മോൾ ടു ബി സീൻ വിത്ത് ദ നേക്ഡ് ഐ. The gem is so small that it can be seen with the naked eye. The gem is so small that it can be seen with a naked eye. That it cannot be. The gem is ചോദ്യം ഇതാണ്. The gem is too small to be seen with a naked eye. വളരെ ചെറുതാണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ദ ജെം ഈസ് സോ സ്മോൾ ദാറ്റ് ഇറ്റ് കാനോട്ട് ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. ദാറ്റ് ഇറ്റ് ക്യാൻ ബി സീൻ വിത്ത് എ നേക്കഡ് ഐ എന്ന് വെച്ചാൽ കാണാൻ പറ്റുന്ന ഇപ്പോൾ. ദാറ്റ് ഇറ്റ് കാനോട്ട് ബി, നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന ജെം ഈസ് ടു സ്മോൾ ടു ബി സീൻ, വളരെ ചെറുതാണ്, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്ര ചെറുതാണെന്നുള്ള രീതിയിലാണ് അവർ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതേപോലെ ആക്കണം. അപ്പോൾ ക്യാൻ പാടില്ല, കാനോട്ട് എന്ന് വരണം. Find the word equivalent to a feeling of shyness of or embarrassment that stops you from doing or saying what you really want. അതിനാണ് ഇൻഹിബിഷൻ പീരീഡ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ഒരു ബാക്ടീരിയ, നമ്മുടെ അവിടെയാണ് നമ്മൾ ഈ വാക്ക് കേട്ടേക്കണത്, ഇൻഹിബിഷൻ. ഒരു ബാക്ടീരിയ നമ്മുടെ അകത്ത് കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ വൈറസ് ബാക്ടീരിയ, നമ്മൾ കൊറോണ വന്നപ്പോൾ ഈ ബാക്ടീരിയ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും കുറച്ച് നാൾ അതിൻ്റെ ഇൻഹിബിഷൻ പീരീഡാണ്. അത് ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ ഭയങ്കര ക്ഷീണിപ്പിക്കുക, നമുക്ക് ഭയങ്കര പനി വരുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ബാക്ടീരിയയുടെ ഉദ്ദേശം, അല്ലെങ്കിൽ ആ വൈറസിൻ്റെ ഉദ്ദേശം. പക്ഷെ കുറച്ച് ദിവസം അതിൻ്റെ ഇൻഹിബിഷൻ പീരീഡ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അത് കാണിക്കില്ല പുറത്ത്, അതിൻ്റെ ആക്ച്വൽ സ്വഭാവം അത് കാണിക്കാണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും വെറുതെ. അതാണ് ഇൻഹിബിഷൻ പീരീഡ്. അതാണ് ഈ പറയണത്, ഫെയിലിംഗ് ഓഫ് ഷൈനസ് ഓർ എംബാരസ്മെൻറ്റ് ദാറ്റ് സ്റ്റോപ്സ് യു ഫ്രം ഡൂയിങ് ഓർ സേയിങ് വാട്ട് യു റിയലി വാണ്ട്. നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കാണിക്കാണ്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ആ ഒരു സ്വഭാവത്തിനാണ് ഇൻഹിബിഷൻ പീരീഡ് എന്ന് പറയുന്നത്. നെയ്തർ ഓഫ് ദം ലവ്സ് മീ. നെയ്തർ ഓഫ് ദം ലവ്സ് മീ സിംഗുലർ ആണ്. നെയ്തറിൻ്റെ കൂടെ നെയ്തർ ഓഫ് ദം ലവ്സ് മീ, ആരും എന്നെ സ്നേഹിക്കുന്നില്ല. നെയ്തർ ഓഫ് ദം, അവരിൽ ആരും എന്നെ സ്നേഹിക്കുന്നില്ല. ലവ്സ് മീ. Change into indirect speech. Alas, my uncle met with an accident. He said, he cried out that. Alas എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. മൈ അങ്കിൾ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. അപ്പോൾ എന്ത് പറയണം? ഹി ക്രൈഡ് ഔട്ട് ദാറ്റ് ഹിസ് അങ്കിൾ ഹാഡ് മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. ഹി ക്രൈഡ് ഔട്ട് ദാറ്റ് ഹിസ് അങ്കിൾ മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ്. ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ എനിത്തിങ് എൽസ്. ഈ സെൻറ്റൻസിന് സൂപ്പർലേറ്റീവായിട്ട് മാറ്റാനാണ് പറയുന്നത്. ഓഫ് ഓൾ ദ തിങ്സ് ഇൻ ദ വേൾഡ് ദ ലൈറ്റ് ട്രാവൽസ് ദ ഫാസ്റ്റ്. ഓഫ് ഓൾ ദ തിങ്സ് ഇൻ ദ വേൾഡ് ലൈറ്റ് ട്രാവൽസ് ദ ഫാസ്റ്റ്. ഫാസ്റ്റർ ദാൻ എന്ന് വേണ്ട, ദാൻ എന്ന് പറയുമ്പോൾ അത് കമ്പാരറ്റീവ് ആയി പോകും കേട്ടോ, അതുകൊണ്ടാണ് ബാക്കി ഓരോ ഓപ്ഷനും എടുക്കാത്തത്. 86th, ദ ബർഗ്ലർ ജംപ്ഡ് ഇൻടു അല്ല ഓവർ ദ കോമ്പൗണ്ട് വാൾ. The burglar എന്ന് വെച്ചാൽ കള്ളൻ. The burglar jumped over the compound wall. The burglar jumped over the compound wall. Find out the meaning of the idiom tie yourself up in knots. Tie yourself up in knots. ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ് എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടി വരുമ്പോൾ അത് ആകെ കൺഫ്യൂസ്ഡ് ആയി പോകുമെന്ന് പറയില്ല, അതാണ് ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ്. നമ്മളെ തന്നെ ഇങ്ങനെ കെട്ടി വെക്കുന്ന പോലെ എന്ന് വെച്ചാൽ പറയാൻ വരുന്ന കാര്യം നമുക്കത് പറയാൻ പറ്റില്ല. ബിക്കം വെരി കൺഫ്യൂസ്ഡ് വെൻ യു ആർ ട്രൈങ് ടു എക്സ്പ്ലെയിൻ സംതിങ്. നമ്മളൊരു കാര്യം പറയാൻ പോകുമ്പോൾ പക്ഷെ അത് ആകെ കുഴഞ്ഞു മറിഞ്ഞു പോവില്ല, ആ ഒരു അവസ്ഥയാണ് ടൈ യുവർ സെൽഫ് അപ്പ് ഇൻ നോട്ട്സ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് സ്യൂട്ടബിൾ ആർട്ടിക്കിൾസ്. ഓൺ ദ വേ വി സോ a one-eyed beggar. On the way we saw a one-eyed beggar. What is the explanation and meaning of the abbreviation given below? AM എന്ന് പറയുന്നത് എന്താണ്? ആൻറ്റി മെറിഡിയനും ബിഫോർ അല്ലെങ്കിൽ ആൻറ്റി മെറിഡിയൻ ബിഫോർ മിഡ് ഡേ. ആൻറ്റി മെറിഡിയനെയാണ് AM എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിഫോർ മിഡ് ഡേ. ഫൈൻഡ് ഔട്ട് ദ സിനോണിം ഓഫ് ദ വേർഡ് ഫ്യൂഡ്. ക്വാറൽ. ഫ്യൂഡ് എന്ന് വെച്ചാൽ ക്വാറൽ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു ക്യൂവിൽ നിൽക്കുകയാണെന്ന് ഇങ്ങനെ ഓർക്കുക, ക്ഷമ കെട്ട അവസാനം നമ്മളൊരു പ്രശ്നത്തിൽ ഇങ്ങനെ ദേഷ്യപ്പെടില്ല, അതിനെയാണ് ഫ്യൂഡ് എന്ന് പറയുന്നത്. ക്വാറലാണ്. ഫ്യൂഡ് എന്ന് വെച്ചാൽ ക്വാറൽ. മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദമല്ലാത്തത് ഏതാണ്? ചൂതം മാവ്, ആമ്രം മാവ്, രസാലം മാവ്. ചൂതം മാവ് മാങ്ങ ചൂട്ടിങ്ങനെ നല്ലതാണ്, ആമർച്ചിയുടെ കൂടെ കഴിക്കാനും നല്ലതാണ്. രസാലം
മാവ്, ചൂതം, ആമ്രം, രസാലം, വരകം അല്ല. ശരിയായ പദം കണ്ടെത്തുക. ഓഫ് കോഴ്സ് നമുക്കറിയാം കവയിത്രി, കവച്ചിരുന്ന് എഴുതുന്നതാണ് കവയിത്രി, കവയിത്രി. വിദ്വാൻ സ്ത്രീലിംഗം വിദുഷി, വിദ്വാനും വിദുഷിയും, വിദ്വാൻ വിദുഷി. അശ്വതം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദം ഏത്? അശ്വതം എന്ന് വെച്ചാൽ എന്താണ്? അരയാൽ. അശ്വതം അരയാൽ. ഒറ്റപ്പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. പിപാസ കുടിക്കാനുള്ള ആഗ്രഹമാണ് കേട്ടോ. ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം. വിപരീത ശബ്ദം എഴുതുക. സ്വകീയം പരകീയം. സ്വകീയം പരകീയം. പടക്കളം പിരിച്ചെഴുതുക. പട അധികം കളം പടക്കളം. ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഭീഷണിപ്പെടുത്തുക. ഓലപ്പാമ്പ് കാട്ടുക, ഭീഷണിപ്പെടുത്തുക. ഓലപ്പാമ്പ് കാട്ടുക, ഭീഷണിപ്പെടുത്തുക. ഇവിടെ മറ്റു ഗദ്യന്തരമില്ലാതെ ഇവിടെ ഈ മറ്റും ഗദ്യന്തരം ഒരുമിച്ച് വേണ്ട, ഒരെണ്ണം മതി. ഗദ്യന്തരം ഇല്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചേർത്തെഴുതുക. നല്ല അധികം നൂല് നന്നൂൽ. അപ്പം എന്താണ്? നല്ല അധികം നൂല് നന്നൂൽ. അതിൽ ഒന്നും വേണ്ട, നന്നൂൽ. അപ്പം അത്രയേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്.